ഹലോ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും NTPC എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്ലൈ ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിനായിരിക്കും, എന്താണ് സാർ എപ്പോഴും വന്നിട്ട് ഈ NTPC എന്ന് പറയുന്നത്? NTPC എക്സാമിന് മറ്റ് എക്സാംസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ് ഇത്രമാത്രം പ്രത്യേകതയുള്ളത്? ഒരുപാട് പ്രത്യേകതകളുണ്ട്. സാധാരണ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം NTPC എന്ന് പറയുന്ന എക്സാം മറ്റ് സർക്കാർ ജോലികളെ അപേക്ഷിച്ചിട്ട് ഒരുപാട് പ്രത്യേകതകളുള്ള എക്സാമാണ്. നമുക്ക് എന്തൊക്കെയാണ് പ്രത്യേകതകളെന്ന് ആദ്യം നോക്കിയാലോ. NTPC എക്സാം കണ്ടക്ട് ചെയ്യുന്നത് RRB ആണ്, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ്. 2 കാറ്റഗറി ആയിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, ഗ്രാജുവേറ്റ് ലെവലിനും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിനായിട്ടും. ഈ എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇതിന്റെ സാലറിയാണ്. ഗ്രാജുവേറ്റ് ലെവലിൽ എക്സാം എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 50,000 തൊട്ട് 70,000 രൂപ വരെ ശമ്പളമുണ്ട്. അണ്ടർ ഗ്രാജുവേറ്റിലാണെന്നുണ്ടെങ്കിൽ ഒരു 45 മുതൽ 60,000 രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ ജോലിയാണ് NTPC എന്നുള്ളത് തന്നെയാണ് അതിനെ ആകർഷണീയമാക്കുന്ന ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്. ഒരു ജോബ് സെക്യൂരിറ്റി, അതുകൊണ്ടാണ് നമ്മളെല്ലാവരും സർക്കാർ ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. എന്താണ് രണ്ടാമത്തെ പ്രത്യേകത? ഓക്കെ, കേന്ദ്ര സർക്കാർ ജോലി അല്ലെങ്കിൽ സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ NTPC മാത്രമല്ല, RRB കണ്ടക്ട് ചെയ്യുന്ന NTPC എക്സാം മാത്രമല്ല ഉള്ളത്. കേരള PSC കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ് ഉണ്ട്. അത് ഡിഗ്രി ലെവലുണ്ട്, +2 ലെവലുണ്ട്, 10th ലെവലുണ്ട് അല്ലേ. അതുപോലെ തന്നെ SSC കണ്ടക്ട് ചെയ്യുന്ന CGL, CHSL ഉണ്ട്. IBPC കണ്ടക്ട് ചെയ്യുന്ന PO, അതുപോലെ തന്നെ ക്ലർക്ക് പോസ്റ്റുകളിലേക്കുള്ള എക്സാംസ് ഉണ്ട്. സോ ഈ എക്സാമിൽ നിന്നൊക്കെ എന്തുകൊണ്ടാണ് NTPC ഇത്രയും വേറിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ NTPCക്ക് എന്താണ് ഇത്രമാത്രം പ്രത്യേകതയുള്ളത്? ആ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. ഈ പറഞ്ഞ എക്സാംസ് ബാക്കി എല്ലാ എക്സാംസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ NTPC എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് സമയം കൂടുതൽ ലഭിക്കുന്നതാണ്. ഇപ്പം കേരള PSCയുടെ കാര്യം എടുക്കുക. കേരള PSC കണ്ടക്ട് ചെയ്യുന്ന ഡിഗ്രി ലെവൽ എക്സാംസിന് 100 ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ ലഭിക്കുന്നത് 75 മിനിറ്റ് ആണ്. IBPS POക്ക് ആണെന്നുണ്ടെങ്കിൽ 60 മിനിറ്റ് ആണ്. SSCക്ക് ആണെന്നുണ്ടെങ്കിൽ IBPS ഈ പറയുന്ന പോലെ 60 മിനിറ്റ് ആണ് ഉള്ളത്. ഒരു മണിക്കൂർ കൊണ്ട് 100 ചോദ്യമാണ് നിങ്ങൾക്ക് IBPSലും SSCക്കും വേണ്ടത്. 1 മണിക്കൂർ 75 മിനിറ്റ് കൊണ്ട് 100 ചോദ്യങ്ങൾ നിങ്ങൾ എവിടെ ക്രാക്ക് ചെയ്യണം? ഈ പറഞ്ഞ പോലെ കേരള PSCയുടെ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെയും പ്രിലിമിനറി ക്രാക്ക് ചെയ്യണം, ഈ പറഞ്ഞ എല്ലാ എക്സാംസിനും. നേരെ മറിച്ച് NTPCയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈവശം 90 മിനിറ്റ് ഉണ്ട്. 1.5 മണിക്കൂർ കൊണ്ട് 100 ചോദ്യം ചെയ്താൽ മതി. അപ്പം അത്രയും സമയം നിങ്ങൾക്ക് അവിടെ ലാഭമാണ്. അത്രയും സമയം കൊണ്ട് അത്രയും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കോമ്പറ്റീഷൻ അതനുസരിച്ച് മാറ്റങ്ങൾ വരും. ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? സിലബസ് വലിയൊരു മാറ്റമാണ്. കേരള PSCയുടെ ഡിഗ്രി ലെവൽ എക്സാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്ത് പഠിക്കണം? മലയാളം പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, മാത്സ് പഠിക്കണം, റീസണിങ് പഠിക്കണം, ജനറൽ സയൻസ് പഠിക്കണം, GK പഠിക്കണം, കറണ്ട് അഫയേഴ്സ് പഠിക്കണം അല്ലേ. ഇത്രയും ഏരിയാസ് പഠിച്ചാലാണ് ഡിഗ്രി ലെവലിൽ പ്രിലിമിനറി നിങ്ങൾക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇനി പ്രിലിമിനറി പാസ്സായി മെയിൻസിലെത്തുമ്പോഴും അവിടെ ഓരോ പോസ്റ്റിനും ഓരോ സിലബസാണ് അല്ലേ. അവിടെയും ഈ പറഞ്ഞ പോലെ സിലബസ് മൊത്തം മാറും. SSC എടുക്കുകയാണെന്നുണ്ടെങ്കിൽ SSCയുടെ സിലബസും ഈ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് ഇംഗ്ലീഷ് വരും, മാത്സ് വരും, റീസണിങ് വരും, സയൻസ് വരും. ബാങ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലോ ബാങ്കിനകത്ത് 3 വിഷയങ്ങളേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ 3 വിഷയങ്ങൾക്കും സെപ്പറേറ്റ് കട്ട് ഓഫ് ആണ് പ്രിലിംസിനകത്തുള്ളത്. NTPCനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. 2 ടയർ എക്സാമാണ്. 2 ടയറിനും ഒരേ സിലബസ് ആണ്. ഏതൊക്കെയാണത്? മാത്സ്, റീസണിങ്, GK. ഇത് 3ഉം നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? NTPCയുടെ 2 ടയറും ക്രാക്ക് ചെയ്യാം. ഒരേ സിലബസ് ആണ് 2 ടയറിനും ഉള്ളത്. അതാണ് അതിൻ്റെ മറ്റൊരു ആകർഷണീയത എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചു. മൂന്നാമത്തെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? RRB NTPCക്ക് നിങ്ങൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ RRB നിങ്ങൾക്കറിയാം ടെൻറ്റേറ്റീവ് കലണ്ടർ വർഷം ഇടുന്നുണ്ട്. ഓരോ വർഷവും RRB എന്ത് ചെയ്യുന്നുണ്ട്? എക്സാംസ് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ RRB കണ്ടക്ട് ചെയ്യുന്ന ALP പരീക്ഷയും JEE എക്സാമും ഒക്കെ വരും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ തന്നെ 2024 ടെൻറ്റേറ്റീവ് കലണ്ടർ പ്രകാരം ഇനി ഗ്രൂപ്പ് D എക്സാം കൂടെ വിളിക്കാനുണ്ട്. ഇതിനു പുറമെ ഇനി നമ്മുടെ കേരള PSC കണ്ടക്ട് ചെയ്യുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമും ഉടനെ തന്നെ വരും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തൊട്ട് NTPCക്ക് പഠിച്ചു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ വരാനിരിക്കുന്ന എല്ലാ എക്സാംസിനും അത് യൂസ്ഫുൾ ആയിരിക്കും. NTPCക്ക് മാത്രമായിരിക്കില്ല, RRB കണ്ടക്ട് ചെയ്യുന്ന എക്സാംസിനും കേരള PSC കണ്ടക്ട് ചെയ്യുന്ന എക്സാംസിനും SSC കണ്ടക്ട് ചെയ്യുന്ന എക്സാംസിനൊക്കെ നിങ്ങൾക്ക് ഈ നോളജ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം? എക്സാമുകൾ എഴുതാൻ പറ്റും. ഇനി പലരും കേട്ട് കാണായിരിക്കും, യൂട്യൂബിൽ പല ചാനലുകളിലും അതുപോലെ തന്നെ പല ഈ പറയുന്ന ന്യൂസ് ഫീഡൊക്കെ ആയിട്ട് വരുന്നതാണ് RRB NTPC എക്സാം ഏപ്രിലാണെന്നുള്ളത്. ഒഫീഷ്യലായിട്ട് RRB NTPC എക്സാം ഏപ്രിലാണെന്നുള്ളത് RRB എവിടെയും പറഞ്ഞിട്ടില്ല. സപ്പോസ് ഏപ്രിലാണ് എക്സാം എന്ന് തന്നെ വിചാരിക്കുക. നിങ്ങളുടെ മുന്നിൽ ഇനി എത്ര ദിവസമുണ്ട്? ഏകദേശം 100 ദിവസത്തോളം ഉണ്ട്. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് സമയമുണ്ടെന്ന് സാരം. ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ സ്ട്രോങ് ആയിട്ട് പഠിച്ചു തുടങ്ങാം. NTPC എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ റെയിൽവേയിലുള്ളൊരു ഡ്രീം ജോബാണ്. ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇത്രയും സ്പെഷ്യാലിറ്റീസ് ഉള്ള, ഇത്രയും ജോബ് സെക്യൂരിറ്റി ഉള്ള, സാലറി ഉള്ള, ഈ പറഞ്ഞ പോലെ മറ്റ് സർക്കാർ ജോലികളെ അപേക്ഷിച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ സിലബസ് കുറവും
സമയം കൂടുതൽ കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ള ഒരു പോസ്റ്റാണ് NTPC എക്സാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ NTPC എക്സാമിന് വേണ്ടി നിങ്ങളെല്ലാവരും ഉഷാറായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ NTPC എക്സാമിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഇപ്പോഴും നമ്മുടെ അടുത്ത് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, സാറേ ഇനി പഠിച്ചു തുടങ്ങിയാൽ NTPC എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, ഞങ്ങൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇനി പഠിച്ചു തുടങ്ങിയാലും നിങ്ങളുടെ കയ്യിൽ വ്യക്തമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് പഠിക്കാൻ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും NTPC എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം, നമ്മൾ NTPCക്ക് വേണ്ടി ഒരു ഡ്രീം ബാച്ച് ഒക്ടോബർ മാസം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 1 മന്ത് ഷെഡ്യൂൾ ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബ് ചാനലിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കോർ റെയിൽവേ മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ 1 മന്ത് ഫ്രീ ട്രയൽ ക്ലാസ്സസ് അവൈലബിൾ ആണ്. കുട്ടികളുടെ ഈ പറയുന്ന ക്വറീസ് മാനിച്ചുകൊണ്ട് നമ്മൾ NTPCക്ക് വേണ്ടി ഡ്രീം ബാച്ച് 2.0 ഈ വരുന്ന ഡിസംബർ 16 ലോഞ്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ചാനലിൽ കയറി നോക്കുക. ക്ലാസ്സിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നമ്മുടെ ചാനലിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ സെഷൻസ് പൊതുവേ നമ്മുടെ ക്ലാസ്സിനകത്ത് കൊടുക്കുന്ന സെഷൻസ് പൊതുവേ ആപ്പിനകത്താണ്. സ്കോർ അക്കാഡമിയുടെ ആപ്പിനകത്താണ് നമ്മുടെ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കുക. അത് മോർണിംഗ് സെഷനിലും ഈവനിങ് സെഷനിലും നമുക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ഡെയിലി ബേസിസിലും വീക്ക്ലി ബേസിസിലും മന്ത്ലി ബേസിസിലും നിങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി, നിങ്ങളുടെ മാർക്ക് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി, നിങ്ങളുടെ ട്രിക്സ് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിന് പുറമെ, ഈ ക്ലാസ്സസിനും ടെസ്റ്റുകൾക്കും പുറമെ വാല്യൂ ആഡഡ് മെറ്റീരിയൽസ് ആയിട്ടുള്ള സ്കോറിൻ്റെ സ്വന്തം ക്വസ്റ്റ്യൻ കാർഡ്സ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ക്യൂ കാർഡ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ക്യൂ കാർഡ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ക്യൂ കാർഡ് വെച്ചിട്ടുള്ള വീഡിയോസ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. അതിന് പുറമെ സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സിന്, ജനറൽ അവയർനെസ്സിൻ്റെ സെലക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സിന് നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും? ഷോർട്ട് നോട്ട്സ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിന് പുറമെ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ്, ഈ പറഞ്ഞ പോലെ സെലക്റ്റീവ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കിന് വേണ്ടിയിട്ട് നമ്മൾ കമ്പൈലേഷൻസ് നിങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ടായിരിക്കും. വീക്ക്ലി ബേസിസിൽ കറണ്ട് അഫയർ ക്ലാസ്സസ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിനും പുറമെ മാത്സ്, റീസണിങ് തുടങ്ങിയ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ആവശ്യമുള്ള, സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ആവശ്യമുള്ള മാത്സ്, റീസണിങ് തുടങ്ങിയ സബ്ജക്റ്റുകൾക്ക് വേണ്ടി നമ്മൾ പ്രാക്ടീസ് വിത്ത് ഫാക്കൾട്ടി സെഷൻസ് എന്ന് പറയുന്ന സ്പെഷ്യൽ സെഷൻസും നിങ്ങൾക്ക് വേണ്ടി സ്കോർ ടീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 1 മന്ത് ഫ്രീ ട്രയലിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സസ് എല്ലാം നമ്മുടെ പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. നിങ്ങൾ ആ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കുറേയൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.